ആശംസ പ്രസംഗത്തിന് വേണ്ടി വേദിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രൊഫസർ KM വർഗീസ് അദ്ദേഹത്തിന് ബുക്ക് നൽകുന്നതിന് വേണ്ടി നെയിൽ സണ്ണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റിട്ടയർഡ് പ്രിൻസിപ്പൽ സെൻറ് മേരീസ് കോളേജ്. ഏറ്റവും സ്നേഹബഹുമാനത്തോടുകൂടി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ക്ഷണിക്കാം ശ്രീ പ്രൊഫസർ KM വർഗീസ്. Ladies and gentlemen, with a thunder round of applause, let's welcome him for the felicitation speech. യോഗ അധ്യക്ഷൻ ശ്രീ റെനി ഈപ്പൻ, കോട്ടയം ഭദ്രാസന അധിപനായ നിതാന്തിവന്യ ദിവ്യശ്രീ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനസുകൊണ്ട്, റവറൻ ഫാദർ ഇമ്മാനുവൽ, ഫാദർ കുര്യൻ മാത്യു, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു, ക്രിസ്റ്റോതെറാപ്പി കുടുംബ അംഗങ്ങളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഞങ്ങളുടെ അതിഥികളെ, ഏവർക്കും നല്ല ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് പ്രവർത്തന ഉദ്ഘാടനം നടത്തിയ 3 സംഗതികൾ: റീച്ച് ടു ഈസ്റ്റ് വിനിയാർഡ്, റേസ്, ഗസ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആചാര്യ കോര ജയിക്കബ് അവറുകളുടെ ആ ധന്യ ഓർമ്മയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ഫലമില്ലാത്ത അല്ലെങ്കിൽ റിസൾട്ടില്ലാത്ത വിശ്വാസവും റിസൾട്ടില്ലാത്ത പ്രവൃത്തിയും അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ആശ്വാസവും സുസ്ഥിതിയും ക്ഷേമവും അന്വേഷിച്ച് ചെറുപ്പകാലങ്ങളിൽ യുവത്വമുള്ളപ്പോൾ അന്വേഷിച്ചോടി നടന്നു. സ്വന്തമായി അനുഭവിക്കാത്തതൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ദൈവപ്രേരണയാൽ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വന്തമായി ആശ്വാസം കണ്ടെത്തി. യേശുവിൻ അടിസ്ഥാനം ആശയ അവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. അങ്ങനെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത, ക്ഷേമത്തിൻ്റെ പൂർണ്ണത, സുസ്ഥിതിയുടെ പൂർണ്ണത യേശുവിൽ കണ്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരംഭിച്ചതാണ്, ചുരുക്കി പറയുകയാണ്, ഈ സ്കൂൾ ഓഫ് ഫുൾനെസ്. മനുഷ്യരാശിയെ മുഴുവനും പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അത് വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി തന്നെ ഇവിടെ ആശയേറ്റ് വന്നു കയറിയ മുഴുവൻ പേർക്കും, അല്ലാതെ പൊതുവേ ഇല്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിതത്തിൻ്റെ പരിമിതിയിലെത്തിയവർക്ക് അപ്പോൾ മാത്രമാ ദൈവമേ എന്നൊന്ന് വിളിക്കുന്നത്. അത് തികച്ചും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്കൂൾ ഓഫ് ഫുൾനെസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ കൊച്ചു സംഭവം ഓർക്കുന്നുണ്ട്. നമ്മുടെ കോഴഞ്ചേരി അടുത്ത് ചരൽക്കുന്നെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് നീന്തലിൽ ഒരു വിദ്യാഭ്യാസം കൊടുത്തു, MA ഡിഗ്രിയും കൊടുത്തു അവർക്ക്, കുട്ടികൾക്ക്. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരിക്കലും ഒരു സ്വിമ്മിംഗ് പൂള് പോലും ഈ കുട്ടികൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് അവർക്ക് യാതൊന്നും അറിയില്ല. ഈ കുട്ടികൾ ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടപ്പോൾ മുങ്ങി ചത്തുപോയി. അപ്പോൾ തുടക്കത്തിലെ സ്കൂൾ ഓഫ് ഫുൾനെസ് എന്ന പേരുണ്ടായിരുന്നെങ്കിൽ ഞാനിതിനെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് മറ്റൊരു രീതിയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റോതെറാപ്പി മിഷൻ ആരംഭിച്ചു. തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചികിത്സയാണ്. അച്ഛൻ സൂചിപ്പിച്ചു മറ്റെവിടെ ഈ പേരുണ്ട് എന്ന്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത്. ക്രിസ്റ്റോതെറാപ്പി മിഷൻ. ക്രിസ്റ്റോതെറാപ്പി എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, എന്നെ പഠിപ്പിച്ചത്, ഞാൻ ശിഷ്യത്വം സ്വീകരിച്ച് പഠിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അത് ഈ രീതിയിൽ പോകുന്നു. ലോകത്തിലുള്ള എല്ലാ മതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ മതത്തിൻ്റെ തത്വസംഹിതകൾ മുഴുവനും, അത് ഭഗവത്ഗീതയാകട്ടെ, ഖുറാനാകട്ടെ, ബൈബിളാകട്ടെ, അതെല്ലാം വാനരനെ മാനവനും മാനവനെ വാനവനും ആക്കുവാൻ ഉതകുന്നതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക്
അനുഭവവേദ്യമായി വരാത്തതിൻ്റെ കാരണമാണ് ഈ സ്കൂൾ ഓഫ് ഫുൾനെസ്സിലും ക്രിസ്റ്റോ തെറാപ്പി മിഷനിലും വെച്ചത്. സ്കൂൾ ഓഫ് ഫുൾനെസ്സിൽ കാര്യങ്ങൾ മുഴുവൻ നല്ല ഭംഗിയായി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യമേ പറയുന്നത് നമുക്ക് പ്രതിസന്ധികളുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും കാര്യകാരണം കൂടാതെ വരുന്നതല്ല. അപ്പോൾ ഇതിന് പരിഹാരം കണ്ടതാണ് ക്രിസ്റ്റോ തെറാപ്പി. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 1-ാം വാക്യം 2-ാം വാക്യവുമാണ് ഇതിൻ്റെ പ്രായോഗികതയായിട്ട് ഞാൻ മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചതെന്ന് ഗുരു എന്നെ ബോധ്യപ്പെടുത്തിയത്. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മറ്റാരും പറയാത്ത രീതിയിൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ശിക്ഷാവിധിയിലാണ് എങ്കിൽ നിങ്ങൾ ക്രിസ്തുവേശുവിലല്ല എന്ന് മനസ്സിലാക്കാനുള്ള സുബോധം അദ്ദേഹം തന്നു. അപ്പോൾ ക്രിസ്തുവേശുവിലായി കഴിഞ്ഞാൽ ശിക്ഷാവിധിയില്ല. അതിൻ്റെ അടുത്തുള്ള സെൻറ്റൻസിൽ വാക്യത്തിൽ ഇതേപോലെ പറയുകയാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിക്ഷപ്പെട്ടിരുന്ന് ഞാൻ പഠിച്ചത് ഈ രീതിയിലാണ്. ഇതാണ് ഇതിൻ്റെ പ്രായോഗിക വശം. പ്രായോഗിക ഇല്ലാത്ത വിശ്വാസം വ്യർത്ഥമത്രേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇത് പ്രവൃത്തി മാർഗത്തിൽ ആചാര്യ കോരജയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ വന്ന മുഴുവൻ പേർക്കും അത് പ്രവൃത്തി മാർഗത്തിൽ അനുഭവപ്പെട്ടു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കേണ്ടു, അതിന് തണ്ടിന്മേലെ അത്ര വെക്കേണ്ടത്. ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രസ്റ്റി ശ്രീ റെൻ ഈപ്പനും ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബീനായും ഇതിൻ്റെ സഹ ട്രസ്റ്റിമാരെ കണ്ടു അവരും ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ആശയവുമാണ് ഇന്ന് നമ്മുടെ കണ്ടത്. മത്തായിയുടെ സുവിശേഷം 5:16 പ്രകാശം പറയുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ കുന്നത്ത് ആചാര്യ കോരാജയ്ക്ക് അവറുകൾ കത്തിച്ചു വെച്ച ഈ വെളിച്ചം ഈ മാനത്തിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമല്ല ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഉദ്യമത്തിൽ ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി തിരയട്ടെ എന്ന് ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന മുഴുവൻ പേർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.